വെള്ളത്തിലങ്ങനെ മുട്ട പൊരിക്കാം. മുട്ട പൊത്തിച്ച് വെള്ളത്തിലേക്ക് ഒഴിക്കുക. നിങ്ങളെല്ലാവരും ബുൾസൈ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇന്നത്തെ ബുൾസൈ വെറൈറ്റി ആണ്. ഓയിലും വെളിച്ചെണ്ണയും ഇല്ലാതെ എങ്ങനെ ബുൾസൈ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം ഫ്രൈ പാൻ എടുത്ത് ഗ്യാസിന്മേൽ വെക്കുക. ഫ്രൈ പാൻ ആദ്യം കത്തിക്കുക. ഫ്രൈ പാൻ അല്ല, ഗ്യാസ് ഗ്യാസ് കത്തി. അതിലേക്ക് ശുദ്ധമായ പച്ചവെള്ളം. ഇനി ഇത് തിളക്കുന്നവരെ കാത്തിരിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. എവിടുന്നോ കണ്ടുപിടിച്ച് വന്നതാണ് പുതിയ ഐറ്റം. ജോജു ജോർജ്. അങ്ങനെ വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നമ്മളെ വെള്ളം അങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളക്കട്ടെ. എന്നാ അല്ല, ഇത് സാധാരണ നമുക്ക് കുരുമുളക് പൊടി ഉപ്പൊന്നും ഇടാൻ പറ്റില്ല, വെള്ളത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതെ, അതുകൊണ്ട് ഹെൽത്തി ആയിരിക്കും, പക്ഷെ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അല്ലേ നോക്കാം, ടേസ്റ്റ് കൂടുതലായിരിക്കും. ഒന്നും കൂടി തിളക്കണം അല്ലേ? ഈ തള മതിയാ? അത് മതി. ഇനി ആയുധം വെച്ചുള്ള കളിയാണ്. മുട്ട പൊട്ടിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. മുട്ട പൊട്ടിച്ച് വെള്ളത്തിലേക്ക് ഒഴിക്കുക. ഇന്ത്യയുടെ മാപ്പ് പോലെ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇനി കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം, എന്നിട്ട് നല്ലോണം വേവട്ടെ. നമ്മളിപ്പോൾ ഇവിടെ എന്താണ് സേവ് ചെയ്തത്? വെളിച്ചെണ്ണയുടെ പൈസ ലാഭിച്ച്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കിട്ടും നമുക്ക്. 2-3 മിനിറ്റ് ഇങ്ങനെ വേവാൻ വേണ്ടി വെക്കണം. അങ്ങനെ നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഇപ്പം നല്ല ആവിയൊക്കെ വന്ന് മുട്ട റെഡിയായി. ഇനി എന്താ കോരണ്ടേ? ഒരു മിനിറ്റ് കൂടി ആയിക്കോട്ടെ. ഒന്നും കൂടെ വന്നോട്ടെ. മുട്ടയുടെ മഞ്ഞ എന്താ അതിൻ്റെ അടിയിൽ പോയി? മുട്ടേൻ്റെ മഞ്ഞ കൂടിയിട്ടാണ്. കുരുമുളക് ഉപ്പ് ഉപ്പ ഇടുക. വെള്ളത്തിലാ സെറ്റ് ആവുന്നുണ്ട്. ഒരു 2 മിനിറ്റിൻ്റെ കൂടെ വേവ് കുറവുണ്ടല്ലേ? അതെ, തളയുടെ കുറവുണ്ട്. അതും കൂടി ആയാൽ സെറ്റായി. സെറ്റായി. വെള്ളം മുഴുവൻ തീർന്ന നമ്മുടെ വെള്ളത്തിൽ നിന്ന് മുട്ട സൂക്ഷിച്ചെടുക്കുക. നമ്മൾ കൈവിനെ പ്രോത്സാഹിപ്പിക്കറ. മുട്ട അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റുക. സൂക്ഷിച്ച് മാറ്റാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. നമ്മളത് പൊട്ടിയിട്ടൊന്നുമില്ല. ഇനി ഇതിൽ കുരുമുളക് ഉപ്പ് ഇടണ്ടേ? കുരുമുളക് ഉപ്പിടാം. ആവശ്യമുണ്ട്, ലേശം ഇട്ടോ, ഭംഗി ഉറക്കട്ട. സെറ്റാണ്. സോസൊക്കെ വേണേൽ ഫ്രിഡ്ജിലുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ നല്ല കുരുമുളക് പൊടി ആവശ്യമുണ്ട്, നല്ല ആവശ്യമുണ്ട്. ഇനി എന്നാ മുളക് പൊടി വേണ്ട. വെള്ളത്തിലിട്ട് ഉണ്ടാക്കിയ ഇനി നമ്മൾ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം. എന്താണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ടേസ്റ്റും നല്ല ഉണ്ടാവും. നമ്മളിതിപ്പോൾ സാമ്പിൾ പോലെ കുറച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ അടുത്ത് മുട്ടയില്ല. ചേട്ടാ ടേസ്റ്റ് നോക്കിയേ. സെറ്റാണ്. കേക്ക് മുറിക്കുന്ന മാതിരി. വെള്ളത്തിലുണ്ടാക്കിയ ബുൾസൈ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഉണ്ണി മുറിക്കപ്പോ
മുട്ട നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബുൾസൈ മഞ്ഞൊന്നും പൊട്ടിയിട്ടില്ല, അതെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെള്ളത്തിലെങ്ങനെ മുട്ട പൊരിക്കാം. ഷെഫിന് കൊടുക്കട്ടെ. പാവ ഷെഫ് ക്ഷീണം കഴിച്ചോ. എങ്ങനെയുണ്ട് സംഭവം? പൊളിയല്ലേ? ഹെൽത്തി ഫുഡുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയേ. സംഭവം സൂപ്പറാണ്. സംഭവം അടിപൊളിയായിട്ടോ.